നീരജ്. നമ്മുടെ ചുരിദാറിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാട്ടോ. നമ്മുടെ ലിനൻ ഫാബ്രിക്, സെമി ലിനൻ ഫാബ്രിക്കിൽ ലിനൻ സിൽക്ക് ആട്ടോ. സെമി ലിനൻ നമുക്ക് നോർമലി വരുന്ന സൈസ് സെമി ലിനൻ അല്ല, ലിനൻ സിൽക്ക് ഫാബ്രിക്കിൽ ടിഷ്യൂ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഐറ്റം ആണ്. അപ്പോൾ ഇതിന്റെ നമുക്ക് സാധാരണ വരുന്ന ടിഷ്യൂവിന്റെ ലുക്കേ അല്ല, ഒരു സിൽക്ക് ഒറിജിനൽ സിൽക്കിന്റെ ഒക്കെ ആ ഒരു ഫീലാണ് വരുന്നത്. അപ്പം അത്രയും ഒരു ഫിനിഷിങ്ങിലാട്ടോ വീവിംഗ് ഒക്കെ പോയിരിക്കുന്നത്. ബോർഡർ കണ്ടാൽ അറിയാം, നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് ടിഷ്യൂവിന്റെ ബോർഡർ ആ ഇതിൽ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ബാക്കി മെയിൻ ഷെയ്ഡിൽ അത്ര അങ്ങനെ അറിയത്തില്ല. നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടസർ ഫീല്, ഡേസി ടസറൊക്കെ ആ ഒരു റോ കളറിൽ വരത്തില്ല, ആ ഒരു ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന്റെ ബോർഡർ മാത്രം ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് ഞാൻ മടക്കി വെച്ചേക്കുന്ന കേട്ടോ, നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഒരു സൈഡിലെ ബോർഡറിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ പോയേക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കത് കാണാൻ വേണ്ടി എനിക്ക് മടക്കി പിടിച്ചാൽ നല്ല ലെങ്ത് ഉണ്ട്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പ്രിന്റ്, ബാക്ക് സൈഡിലും സെയിം ആ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് അതേപോലെ തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാൻഡ് വർക്ക് ഇല്ല, ഫ്രണ്ട് പോർഷനിലുള്ളതിൽ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലീഫിന്റെ പാറ്റേൺ, ആ ഒരു ഒറ്റ സിമ്പിൾ പാറ്റേണേ ഉള്ളെങ്കിലും നല്ല ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. നമുക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചെടുത്താൽ മതി. നിങ്ങൾ ആ ഒരു ലെങ്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്ക് തയ്ച്ചെടുത്താൽ മതി. ഒരു സൈഡിലായിട്ടാണ് വർക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റായിട്ട് അത് കിട്ടുന്ന രീതിയിൽ തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് വേറെ ഡിസൈൻ ഒന്നും ഇല്ലെങ്കിലും ആ ഒരു വൺ സൈഡിലെ ഡിസൈൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നല്ല ഹൈറ്റിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും വണ്ണമുള്ളവർക്കാണെങ്കിലും താഴത്തെ ആ ബോർഡർ കുറച്ചുകൂടെ ഇങ്ങോട്ടാണെങ്കിലും കിട്ടും. അല്ലാത്തവർക്ക് ഈ ഒരു മെയിൻ വർക്ക് നോക്കിയാൽ മതി. അതാണ് മെയിനായിട്ടുള്ള വർക്ക് വന്നേക്കുന്നത്. ഞാൻ നിങ്ങളെ തിരിച്ചുകൂടെ വെച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ സെയിം പ്രിന്റ്. നല്ലൊരു ഒനിയൻ പിങ്കിന്റെ കോമ്പിനേഷനാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഇതാണ് അതിന്റെ താഴത്തെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ സിൽക്കൊക്കെ എങ്ങനെ വരുന്നോ അങ്ങനെ ഇരിക്കും. നമ്മൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ ബോട്ടം വരുന്ന ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡ്. ദുപ്പട്ടയിലും സെയിം തന്നെ ആ പ്രിന്റ് പോയിട്ടുണ്ട്. ജൂട്ട് ഫിനിഷ് ആട്ടോ ഇതിന്റെ ദുപ്പട്ടയുടെ ഫാബ്രിക്. അതിൽ ഫുള്ളായിട്ട് ആ ഒനിയൻ പിങ്കിന്റെ ഷെയ്ഡിലുള്ള ചെറിയ ഒരു ലീഫ് പാറ്റേൺ പ്രിന്റും കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റം കേട്ടോ. നമുക്ക് ഇതിന്റെ നമ്പർ വരുന്നത് V316, റേറ്റ് 1950 1950. നമുക്ക് അടുത്ത ഷെയ്ഡ് ഇതാട്ടോ. ഇതൊരു ഗ്രീനിന്റെ കോമ്പിനേഷൻ, ചെറിയ ബ്ലൂവും ഗ്രീനോടെ മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ തിരിച്ചു പിടിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇത് ഫ്രണ്ടിലാക്കി തയ്ക്കാട്ടോ, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാൽ മതി. അപ്പോൾ നെക്കിന്റെ കുറച്ച് പോർഷൻ ഇവിടെ നിന്ന് അങ്ങ് പോകുന്നുള്ളതേ ഉള്ളൂ. പിന്നെ അപ്പോൾ വൺ സൈഡിലായിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വേണേൽ സ്റ്റിച്ച് ചെയ്തിട്ടാണല്ലോ എടുക്കാം കേട്ടോ. പിന്നെ ദുപ്പട്ട വരുന്നത് സെയിം കോമ്പിനേഷൻ, ആ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ എന്ന് പറയാം. ഭയങ്കര ബ്ലൂ അല്ല, ഭയങ്കര ഗ്രീനും അല്ല, അങ്ങനെ ഒരു ഷെയ്ഡാട്ടോ. ഭയങ്കര ലുക്കാണ് ആ ഒരു മെറ്റീരിയൽ. ദുപ്പട്ടയുടെ മെറ്റീരിയൽ കണ്ടാൽ നമുക്ക് ജൂട്ട് പോലെയൊക്കെ തോന്നിക്കും. അത്ര നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് ലുക്ക് തോന്നിക്കുന്ന സൈസ് ഐറ്റം കേട്ടോ. താഴെ ബോർഡറിൽ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഈ പ്രൈസ് റേഞ്ചിൽ നല്ലതാണ്. ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡിലും ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട്. ബോട്ടം വരുന്നത് ഗ്രീനിഷ് ബ്ലൂ കളർ. നമ്പർ V314, റേറ്റ് 1950. ഇതിൽ 3 ഷെയ്ഡ്സ് ആട്ടോ വന്നേക്കുന്നത്. ഇത് നല്ലൊരു ലീഫ് ഗ്രീനിന്റെ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തയ്ക്കാം കേട്ടോ. ഇവിടെ ആകുമ്പോൾ കുറച്ച് ഇവിടം കൊണ്ട് ശകലം വെട്ടിപ്പോവും, നെക്കിന്റെ പോർഷൻ ശകലം വെട്ടിപ്പോവും. പക്ഷെ എന്നാലും നല്ല ലുക്കാണ് ഈ ഒരു ഡിസൈന്. ഇത് ഒരു സൈഡിലോട്ട് മാത്രം വരുന്ന ഡിസൈൻ അല്ലേ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേളിലാക്കി തന്നെ തയ്ക്കാം. അല്ലെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് താഴെയായിട്ടാണ് ഡിസൈൻ വരുന്നത്. ബാക്ക് സൈഡിലും സെയിം വർക്ക് തന്നെയുണ്ട്. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് ഇല്ല, പ്രിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിൽ നല്ല കളറാട്ടോ, നല്ല രസമുണ്ട്. ലിനൻ സിൽക്കാണ് ഇതിന്റെ ഫാബ്രിക് കേട്ടോ. അതിൻ്റെ ഒരു ഭംഗിക്കൂടുതൽ അതാണ്. പിന്നെ ഫുള്ളായിട്ട് ഏകദേശം ഇങ്ങനെ വരും. ഗ്രീനിന്റെ കോമ്പിനേഷൻ കാണാൻ നല്ല രസമില്ലേ. പിന്നെ നമുക്ക് നമ്പർ വരുന്നത് ബോട്ടം കേട്ടോ, ഗ്രീൻ കളർ. നമ്പർ V315, റേറ്റ് 1950.